ആരെയും കാണാനില്ലല്ലോ. ഇൻസ്റ്റയിൽ മെസ്സേജ് ഇട്ടാണ് രാവിലെ 10 മണിക്ക് തന്നെ വന്നോന്ന്. ഇപ്പം ആരെയും കാണാനുമില്ല. ഇതൊന്ന് ഊരി നോക്കാം. ഇത് ഊരാനും പറ്റില്ല. എന്താ കാട്ടണ അവിടെ? എന്റെ കയ്യിലെന്താടാ? നല്ല മധുരമുള്ള സ്റ്റീവൻ, നിനക്കിത് എവിടെ നിന്ന് കിട്ടി? ഇന്നലെ എനിക്കൊരു പന്തി എടുത്ത് തോന്നിയാണ്. നല്ല മധുരമുള്ള നോക്കട്ടെ നോക്കട്ടെ. നീ എന്താ കയ്യിൽ ഫെവികോൾ ഒട്ടിച്ച് വെച്ചേക്കണം? ഇത് എന്തുവാടാ അത്? നീ എന്താ കാട്ടി വെച്ചേക്കണേ? മോതിരം നോക്കിയാ പോന്നില്ല. എന്റെ കയ്യിൽ നിന്ന് വെൽഡ് വെച്ചോരിക്കണേ. നീ മോതിരത്തിനെ കുറിച്ചാണല്ലോ സംസാരിച്ചത്. നിനക്ക് ഈ മോതിരം വേണമല്ലോടാ? തരൂല. നിനക്ക് എന്താ പറ്റിയത്? നിനക്ക് എന്താ വട്ടാണോ? പിന്നോട് പറഞ്ഞിട്ടും കാര്യമില്ല. എനിക്ക് തോന്നുന്ന മോതിരം ഈ എല്ലാ പ്രശ്നങ്ങളും കാരണം അവന്റെ കയ്യിൽ നിന്ന് ഊരിയെടുക്കാനും പറ്റാണല്ലോ. കാണുന്നില്ല, പക്ഷെ അതിന്റെ പുറകിൽ എന്തോ ഉണ്ട്. ഊരാനും പറ്റാണല്ലോ. എന്റെ കയ്യില് വെൽഡ് വെച്ചില്ല, അവിടെ തന്നെ ഇരിക്കുക. 2 ദിവസമായിട്ട് അവന്റെ മനസ്സും വായിക്കാനുണ്ട്. ഞാൻ എന്ത് പറഞ്ഞാലും കേൾക്കാം. ഇന്ന് നീ അവിടെ നിന്ന് വന്നില്ലേ ഡാൻസ് ക്ലാസ് കഴിഞ്ഞിട്ട്? അപ്പൊ അവൻ പറയാം ആ ചീവിട് വന്നിട്ടുണ്ടോ? ഞാൻ വിളിച്ചായിരുന്നു. പിന്നെ എന്ത് സൗണ്ട് അമ്മാതിരാ നിന്റെ സൗണ്ട്? ഈ ചീവിടി ഇറക്കണ പോലെ തന്നെ ഉണ്ട് സൗണ്ടും. എനിക്ക് തോന്നണം ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ആ മോതിരം തന്നെ. ഇന്നലെ അവനത് കിട്ടി. ഇന്നലെ തൊട്ടാണ് മനസ്സിലാക്കാൻ തുടങ്ങി. ഞാൻ കാര്യം പറയട്ടെ, ആ മോതിരം അവന് കിട്ടിയോണ്ടല്ലേ അവൻ ആ പവർ കിട്ടിയത്. ആ മോതിരം നമുക്ക് കിട്ടിയാലോ? ആ പവർ നമുക്ക് കിട്ടൂലേ? ശരിയായിരുന്നു, കിട്ടിയാ നല്ലതായിരുന്നു. അത് കണ്ടിട്ട് പഴയ മോതിരം പോലെ വന്നു. ഒരു പക്ഷെ അജുവിനോട് ചോദിച്ചാൽ ചിലപ്പോൾ എന്തെങ്കിലും അറിയാൻ പറ്റും. അജുനാണെങ്കിൽ ഇങ്ങനെ പഴയ കാര്യങ്ങളെ കുറിച്ച് പഠിക്കാനാണ് ഭയങ്കര ഇൻട്രസ്റ്റ്. എന്താ കണ്ണെന്ന് പറഞ്ഞേ? ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഏതാ? ഇത് ദേവട്ടി. ദേവട്ടിന്ന് ഞാൻ വിളിക്കും. ശരിക്കും പേര് ദേവ്. പ്രശ്നം എന്താന്ന് പറഞ്ഞേ? എടാ, ഞങ്ങളുടെ ഇവളുടെ ഫ്രണ്ട് സ്റ്റീവ്, അവനൊരു മോതിരം കിട്ടി.
അല്ല ആ, വിഷ്ണു പറഞ്ഞത് വെച്ചിട്ടേ ശരിക്കും ഇങ്ങനത്തെ ഒരു റിങ് ഉണ്ട്. പക്ഷേ അങ്ങനെയാണെന്നിപ്പോ എന്താ ഉറപ്പ്? പക്ഷെ നമുക്ക് കണ്ടറിയാൻ പറ്റില്ല. അതല്ലേ ഇതെന്താ പറയുക, ഒന്നും കിട്ടാൻ നിങ്ങൾ പറഞ്ഞത് വെച്ചിട്ട് ഇങ്ങനത്തെ റിങ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ അത് ഒരുപാടുണ്ട്. നിങ്ങളുടെ ഒരു കളറോ ഒന്നും ഇല്ലെന്നെങ്കിൽ പറയാൻ പറ്റില്ല. എൻ്റെ കളറും എല്ലാം ഓർമ്മയില്ല. കളറ് നിന്റെ കൈ കിടക്കണ വളയുടെ കളറാ ഉറപ്പാ. അതിന് സിൽവർ കളർ ഇങ്ങനെ ഒരു ബീഡിങ് വരില്ല, അതുപോലെ ഉണ്ട്. ആ ഇതുപോലെയല്ലേ. പിന്നെ ഒരു സിൽവർ ബീഡിങ് ഉണ്ട്. ഏകദേശം ഉറപ്പായി. ഞാൻ ഉദ്ദേശിച്ചത് തന്നെയാണ്. ഇത് ചൈനീസ് റിംഗ് ആണ്. പിന്നെ ശരിക്കൊരു വലിയ ഹിസ്റ്ററി ഉണ്ടല്ലോ, ഒരു നിഗൂഢമായ ഹിസ്റ്ററി. കഥ തുടങ്ങുന്നത് ചൈനയിൽ വെച്ചാണ്. അക്കാലത്ത് ഡാർക്ക് സ്പിരിറ്റ്സ് ഭരിച്ചിരുന്ന കാലമായിരുന്നു. അപ്പോഴാണ് ഷാങ്ചി എന്ന് പറയുന്ന മാസ്റ്റർ അവൻ്റെ മോതിരത്തിൽ അവരെ ആവാഹിച്ചത്. അതിനുശേഷം വീണ്ടും ചൈനയിൽ ശാന്തത തുടർന്നു. ഇപ്പൊ ഒരു വള്ളിയാവല്ലോ. അതല്ലെങ്കിലുള്ള ആ സാധനം വല്ല വെലിപ്പുറത്തിങ്ങനെ വള്ളിയായിക്കൂടും. ആ എന്റെ തുറത്തേറ്റ് വെക്കും മാങ്ങാത്തിരി. എന്നിട്ട് കിട്ടുന്ന ബാക്കി ഫുള്ളും നമുക്കിട്ട് മതി. അതെ, നിങ്ങൾ രണ്ടുപേരും പോയിട്ട് സ്റ്റീവിനെ വിളിച്ചോണ്ടോ, ഞാൻ നോക്കാം. ഒന്ന് നിന്നേ, ഒരു കാര്യം കൂടി പറയാൻ മറന്നു. ഈ മോതിരം ആ മാസ്റ്റർ അല്ലാതെ വേറെ ആരിട്ടാലും ആ മോതിരം അവരെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. അയ്യോ കേട്ട് പറഞ്ഞില്ല, ഒന്നും അടുത്തടുത്തിട്ടില്ല. നീ എന്ത് ചെയ്യാനാണ്?